ഹോംബസിനടുത്ത് തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയകളിൽ US മിസൈൽ സ്ട്രൈക്ക് നടന്നു എന്നുള്ള ന്യൂസിൻ്റെ പുറത്താണ് ഇന്നത്തെ റീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ആധികാരികരുടെ കൺഫർമേഷൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയില്ല, ഏത് രീതിയിൽ ഇമ്പാക്റ്റ് എന്നുള്ളത്. കാര്യം നെഗോസിയേഷൻ ഫൈനൽ സ്റ്റേജിൽ എത്തിയെന്നൊക്കെ പറയുമ്പോൾ പോലും ഇങ്ങനത്തെ സ്ട്രൈക്സിനെ എങ്ങനെയാണ് നെഗോസിയേഷനെ മുന്നോട്ട് അയക്കാൻ സാധിക്കുമോ, അതോ നെഗോസിയേഷനെ തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല. നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം ക്രൂഡ് ഓയിൽ ചെറിയ ട്രെൻഡിലാണ്, ക്ലോസ് ടു 2% ട്രെൻഡിലേക്ക് വന്നു എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും US മാർക്കറ്റ് ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സംതിങ് അറൗണ്ട് 289 പോയിന്റ് പ്ലസിലാണ് ഡൗ ജോൺസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സും ഓപ്പൺ ചെയ്തു. സോ ഏഷ്യൻ നോക്കാൻ നേരത്ത് അറ്റ് പ്രസന്റ് ഏഷ്യൻ മാർക്കറ്റ് നിക്കി ജാപ്പനീസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് 100 പോയിന്റ് താഴെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോഫാർ. ഇതാണ് കറണ്ട് ആയിട്ടുള്ള അവസ്ഥ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നെഗോസിയേഷൻ ഫൈനലൈസ് ചെയ്ത് അത് 2 രാജ്യങ്ങൾ സൈൻ ചെയ്താൽ മാത്രമേ അത് സമാധാനക്കാരിൽ എത്തിയെന്നുള്ള ലെവലിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനത്തെയുള്ള സ്ട്രൈക്കുകളുടെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഡേറ്റ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. എങ്ങനെയാണ് കൺട്രീസ് ഈ സ്ട്രൈക്സിനെ കാണുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറ്റ് പ്രസന്റ് ഇപ്പോൾ വന്ന ന്യൂസ് മാത്രമാണ്. ജസ്റ്റ് 15 മിനിറ്റ്സ് ആയുള്ള ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ന്യൂസിന് ഇമ്പാക്ട് ഇനിയും 3 മണിക്കൂർ എടുക്കും നിഫ്റ്റിയിലേക്ക് മാറണമെങ്കിൽ. 3 മണിക്കൂറിൽ ഇമ്പാക്ട് കുറെ കൂടെ ഡീപ്പായിട്ട് വരുവാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഇന്നലെ ബ്രേക്കൗട്ട് കഴിഞ്ഞ് സ്ട്രോങ് ബ്രേക്കൗട്ടിൽ സ്ട്രോങ് ക്ലോസിംഗ് നിൽക്കുന്ന മാർക്കറ്റാണെന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല.